അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വുമൻസ് വോയിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഷവ്വാൽ മാസപ്പിറവി കാണുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കും. അല്ലെങ്കിൽ നമുക്ക് മറ്റന്നാളാവും ചെറിയ പെരുന്നാൾ. ഒരു മാസക്കാലത്തെ കടുത്ത ചൂടിൽ അനുഷ്ഠിച്ച നോമ്പിൻ്റെ പുണ്യ റമദാന് ശേഷം ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ മുസ്ലിം സഹോദരങ്ങളും എല്ലാ തയ്യാറെടുപ്പോടും കൂടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മാസം കാണുകയാണെങ്കിൽ നാളെ ആവും ചെറിയ പെരുന്നാൾ. അപ്പോൾ ഇനി എന്നത്തെ പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട സഹോദരിമാരോട്, പ്രത്യേകിച്ച് ഉമ്മമാരോടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തിരക്കാണിക്കാറല്ലേ, വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ ഗ്യാസിൻ്റെ ഒക്കെ പ്രയാസം എല്ലാവർക്കും ഉണ്ടാവും. ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഓരോ വീട്ടിലും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി പള്ളിയിൽ പോകേണ്ടവർ പള്ളിയിൽ പോയി, ഈദ്ഗാഹിൽ പോകേണ്ടവർ ഈദ്ഗാഹിൽ പോയി, പുതുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ കഴിഞ്ഞ് ഒന്നിച്ചിരുന്നിട്ട് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കും. അതിന് ആ ഭക്ഷണത്തിൽ കഴിക്കാൻ നമ്മൾ ഇതര മതസ്ഥരായിട്ടുള്ള സുഹൃത്തുക്കളെ ക്ഷണിക്കും, വേറെ പല ആൾക്കാരെ നമ്മൾ ക്ഷണിക്കും. അങ്ങനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ പെരുന്നാൾ ആഘോഷിച്ച് ഭക്ഷണം കഴിച്ച് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് ഇങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ആലോചിക്കൽ എല്ലാവർക്കും ഒന്ന് പുറത്ത് പോകാനുള്ള തിരക്കാണ് ഇക്കാരല്ലേ. നമ്മളെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുള്ള സ്ത്രീകൾ അവർക്ക് കുട്ടികളൊക്കെ ആയിട്ടുള്ളവർക്ക് അവരെ വീട്ടിലേക്ക് പോകണം എന്നാവും ഭയങ്കര ഇഷ്ടം. അവരെ ഉമ്മാനെയും ഉപ്പാനെയും ഒക്കെ പെരുന്നാളിന് പോയിട്ട് കാണാനേ സഹോദരങ്ങളൊക്കെ. ആ ഉമ്മാക്കുപ്പാക്കാണെങ്കിൽ അതിനേക്കാളും ആവും. കാരണം മക്കളെല്ലാവരും കൂടി പെരുന്നാൾക്ക് വരുമ്പോൾ അവരെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാവും. അങ്ങനെ നല്ല ഒരു പെരുന്നാളിൻ്റെ ഒരു സുന്നത്തും കൂടി അതാണ് കേട്ടോ. പെരുന്നാളിൻ്റെ ഒരു സുന്നത്തും കൂടി ബന്ധുക്കളെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സഹോദരങ്ങളെയും ബന്ധുക്കളെയും മാതാപിതാക്കളെയൊക്കെ സന്ദർശിക്കുക എന്നുള്ളതും ഒരു സുന്നത്താണ്. അപ്പോൾ സഹോദരിമാരെ, അങ്ങനെ നമ്മളെ സഹോദരിമാർ അവരെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നവരുണ്ടാവും. പിന്നെ നമ്മളെ വീട്ടിൽ പലർക്കും പലയിടത്തേക്ക് പോകാനാവും ഇഷ്ടം. ചെറിയ കുട്ടികളുള്ളവർക്ക്, നന്ന ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉമ്മാൻ്റെ വീട്ടിൽ പോകാനോ ബീച്ചിൽ പോകാനും പാർക്കിൽ പോകാനോ അങ്ങനെ പല സ്ഥലത്തേക്ക് പോകാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും. പക്ഷെ നമ്മളെ വീട്ടിൽ കുറച്ച് മുതിർന്ന ആൺകുട്ടികളുണ്ടെങ്കിൽ, ഞാൻ അതാണ് പറഞ്ഞ് തുടങ്ങുന്നത്, നമ്മളെ വീട്ടിൽ കുറച്ച് മുതിർന്ന ആൺകുട്ടികൾ, ഒരു 15 മുതൽ ഒരു 23-24 വയസ്സ് വരെയൊക്കെയുള്ള ആൺകുട്ടികൾ, അവർക്ക് ടൂർ പോകാൻ തന്നെ ആവും ഇഷ്ടം. അവർ നിങ്ങളെ കൂടെ ഉമ്മാൻ്റെ കൂടെ പോകാനും ഉമ്മാൻ്റെ കൂടിക്കൊന്നും പോകാനൊന്നും അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അവരാദ്യം തന്നെ പാക്കിങ്ങിലാവും. ഫുഡ് കഴിഞ്ഞ പാടന്നെ അവർ ഒക്കെ പാക്കിങ്ങിനാണ് അവർ റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ ഒരു 3-4 ജോഡി ഡ്രസ്സൊക്കെ എടുത്ത് അവരെന്ത് ചെയ്യും, ബാഗിലാക്കിയിട്ട് ടൂർ പോകാനുള്ളത്. നിങ്ങളിൽ അധിക പേർക്കും അറിയോ, മക്കൾ അന്വേഷിക്കാറുണ്ടോ മക്കൾ എവിടേക്കാണ് ടൂർ പോണതെന്ന്? അപ്പോൾ നമ്മൾ അടുത്ത അയൽവാസികളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ ചോദിക്കും, മോന് എവിടേക്കാ പോയി? അവന് ചങ്ങായിമാരും കൂടി ടൂർ പോയിക്കണ്. എങ്ങോട്ടാ പോയിക്കണെന്ന് ചോദിച്ചാൽ 1-2 സ്ഥലം ചിലപ്പോൾ അവർ പറഞ്ഞ അറിവ് നമുക്കുണ്ടാവുള്ളൂ. പ്രിയപ്പെട്ട സഹോദരിമാർ, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങളെ മക്കൾ ടൂർ പോകാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവർ ആരെ കൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ അവരെ ഗ്യാങ്ങിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അങ്ങനെ നിങ്ങൾ ഉറപ്പ് വരുത്തുമ്പോൾ ആ കുട്ടികളുടെ പേരൻസായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം. നമ്മളെ മക്കൾ ചിലപ്പോൾ 3, 4, 5 ആൾക്കാരൊക്കെ ഒന്നിച്ചാവല്ലോ പോവുക. അവർ പോകുമ്പോൾ അവരെ പേരൻസായിട്ട് നിങ്ങൾ പരസ്പരം വിളിച്ചിട്ട് ഈ കുട്ടികൾ എങ്ങനെ സ്വഭാവമുള്ളവരാണെന്നും കൂടി നിങ്ങൾ അന്വേഷിച്ചിട്ട് മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾ പേരൻസ് തമ്മിൽ ഒരു ധാരണയിലെത്തണം. പിന്നെ ഈ മക്കൾ എവിടേക്കാണ്, എങ്ങോട്ടാണ് ടൂർ പോകുന്നത്, ഏത് രാജ്യത്തേക്കാണ്, ഏത് സ്ഥലത്തേക്കാണ് എന്നുള്ളത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തണം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. ആ സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ ടൂർ പോകുന്ന സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അന്വേഷിച്ചിട്ട് അറിയണം. പിന്നെ പ്രത്യേകിച്ചുള്ളത് വാഹനമാണ്. ഈ കുട്ടികൾ ടൂർ പോകുമ്പോൾ അവർക്ക് സ്വന്തം ഒരു വണ്ടിയിൽ പോകാനാവും ഇഷ്ടം. ഒരു റെൻ്റ് വണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിൽ വണ്ടി ഉണ്ടാവും, നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ വണ്ടി ഉണ്ടാവുമല്ലോ, ആ വണ്ടി എടുത്തിട്ടാവും അവർ പോവുക. അപ്പോൾ അധികം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നിങ്ങൾ പേരൻസിൻ്റെ ഒപ്പമല്ലാതെ ടൂർ പറഞ്ഞയക്കാതിരിക്കാവും ഏറ്റവും ബെറ്റർ. നമ്മൾ ഒരുപാട് അപകടങ്ങൾ പല ഈ ആഘോഷത്തിൻ്റെ സീസണിലും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഈ 18 വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികൾ, 20-23 വയസ്സുള്ള കുട്ടികൾ എല്ലാവരും കൂടി ടൂറ് പോകും. അവർ ആ ഒരു ടൂറിൻ്റെ ആ ഒരു
എന്താ പറയുക, ഒരു ലഹരി, ടൂറിൻ്റെ ലഹരി ആട്ടാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലഹരിയിൽ വണ്ടി മാറി മാറി ഡ്രൈവ് ചെയ്യും. അപ്പോൾ ആ പ്രായക്കാർ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 17, 18, 20, 21 വയസ്സ്, അവർക്ക് ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെയോ സംഭവമാണെന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ അവർക്ക് അവർ മാറി മാറി ഡ്രൈവ് ചെയ്യും. മാറി മാറി ഡ്രൈവ് ചെയ്യുമ്പോൾ സ്പീഡ് പോരാന്ന് അവർക്ക് തോന്നും. അപ്പോൾ ഭയങ്കര സ്പീഡിലാവും വിടുക. നമ്മൾ അടുത്ത് തന്നെ ഒരു 2-3 കൊല്ലം മുമ്പ് അങ്ങനത്തെ ഒരു സമാന സംഭവം ഉണ്ടായത് എനിക്ക് നല്ല അറിയാം. ഒരു ലൈസൻസിന് പ്രായമാവാത്തൊരു കുട്ടി വണ്ടി ഓടിച്ച് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടത് ഇതേപോലെ ടൂറ് പോയിട്ട്. അപ്പോൾ നിങ്ങൾ വണ്ടിയിലാണ് ഈ കുട്ടികളെ ടൂറ് പറഞ്ഞയക്കുന്നതെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഒരിക്കലും നിങ്ങൾ ആ കൂട്ടത്തിൽ പറഞ്ഞയക്കാതിരിക്കുക. മാത്രമല്ല, പിന്നെ വണ്ടി അത്രയും എക്സ്പേർട്ടായിട്ടുള്ള, വണ്ടി അത്രയും ഡ്രൈവിങ് നന്നായിട്ട് അറിയാവുന്ന കുട്ടികളുടെ അടുത്ത് മാത്രം നിങ്ങൾ വണ്ടി കൊടുത്ത് പറഞ്ഞയക്കുക. നമുക്കറിയാം നമ്മളെ മക്കളെ നമുക്ക് എക്കാലത്തും വീട്ടിലൊന്നും കൂട്ടി വെക്കാൻ പറ്റില്ല. അവർ നമ്മൾ ലോകം കാണാൻ പറഞ്ഞയക്കണം, അതിനനുവദിക്കണം, സമയം കൊടുക്കണം. ഇതൊക്കെ വേണ്ടത് തന്നെയാണ്. എങ്കിൽ തന്നെയാണ് അവർക്ക് അവരുടെ ബുദ്ധിയും അവരുടെ ലോകപരിചയം ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ കാലത്ത് നമുക്ക് 2 കണ്ണ് നമ്മളെ മുമ്പിൽ മാത്രം പോരാ, തലക്ക് ബാക്കിലും 2 കണ്ണ് വെച്ചിട്ട് വേണം നമ്മളെ മക്കളെ നമ്മൾ നിരീക്ഷിക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മയക്കുമരുന്ന്, ഡ്രഗ്സിൻ്റെ MDM, അതുപോലത്തെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം. നമ്മളെ കണ്ണിൽ നമ്മളെ മക്കൾ തന്നെ ആവും ലോകത്തിലെ ഏറ്റവും നല്ല കുട്ടികൾ. അവർക്ക് ഒരു കുറവും ഉണ്ടാവില്ല. അവരെ പറ്റിയിട്ട് ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ചാൽ, തെറ്റായ രീതിയിലൊന്ന് സൂചിപ്പിച്ചാൽ നമുക്ക് അവരോടാണ് ഇക്കാര്യം ദേഷ്യം. എൻ്റെ കുട്ടീനെ കൊണ്ട് ഓള് അല്ലെങ്കിൽ അവർ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കണ്ണിൽ മനസ്സിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു കൂട്ടത്തിൽ പെടുമ്പോൾ വളരെ വിജിലൻ്റ് ആവണം. അപ്പോൾ നിങ്ങളെ മക്കൾ ടൂറ് പോകുന്ന ആ കുട്ടികൾ പിന്നെ എങ്ങനെയാണ് അവരുടെ സ്വഭാവം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നമ്മൾ അതേക്കുറിച്ചിട്ട് അന്വേഷിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കുട്ടികളെ ടൂറിന് പറഞ്ഞയക്കാൻ. അപ്പോൾ നിങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക, എങ്ങോട്ടാണ് പോകുന്നത്, ആരെ കൂടെയൊക്കെയാണ് പോകുന്ന സെറ്റിൽ ആരൊക്കെയുണ്ട്, ഏത് വണ്ടിയിലാണ് പോകുന്നത്, അതിൻ്റെ അപ്പുറം തന്നെ ഇവർക്ക് ടൂർ പോകാനുള്ള പൈസ. നമുക്കറിയാം, ഈ റമദാൻ മാസത്തിൻ്റെ കുറച്ച് അവസാനമൊക്കെ ആകുമ്പോൾ എല്ലാ ടെക്സ്റ്റൈൽസിലും ഒക്കെ ഓരോരോ കുട്ടികൾ വന്നിട്ട് ചോദിക്കും, ആളെ എടുക്കുമോ കുറച്ച് ദിവസത്തിനൊന്ന്. അപ്പോൾ ടൂർ പോകാനുള്ള പൈസ ഒപ്പിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട്, മക്കൾ ചിലപ്പം രക്ഷിതാക്കൾക്ക് കാണിച്ചു തരില്ല, എത്ര പൈസ ഉണ്ട്, ഈ പൈസയായിട്ട് എത്ര പൈസയാണ് ഇവർ കൊണ്ടുപോകണം എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. കഴിയുന്നതും 1-2 ദിവസത്തിന് മാത്രം നിങ്ങൾ ടൂറ് അനുവദിക്കുക. കർശനമായിട്ട് നമ്മളെ മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ മക്കളെ നമുക്കാണ് ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കാൻ പറ്റുക. നമ്മളെ മക്കളെ നമ്മൾ തെറ്റും ശരിയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കണം. ഓരോ ഭവിഷ്യത്തും ഓരോന്ന് കേട്ടതൊക്കെ നമ്മളെ മക്കൾക്ക് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ കൊടുക്കണം. പിന്നെ ഇവർ ടൂറ് പോയതിന് ശേഷം നമ്മൾ വീഡിയോ കോൾ ചെയ്യാൻ പറയാം ഇവരോട്. ഇവർ സാധാ കോള് ചെയ്യാതെ ഇവരോട് പറയാം, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു ദിവസത്തിൽ 2-3 തവണ ഇവരെ കൊണ്ട് വീഡിയോ കോൾ ചെയ്യിക്കുക. എങ്കിലേ നമുക്കറിയാൻ പറ്റുള്ളൂ അവർ എവിടെയാണ്, പറഞ്ഞ സ്ഥലത്ത് തന്നെയാണോ, ഏതാണെന്നൊക്കെ നമ്മൾ അറിയണ്ടേ. അപ്പോൾ അത് ഈ കുട്ടികളുടെ എല്ലാ പേരൻസും കൂടിയ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പോൾ 4 കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ 4 കുട്ടികളെ പേരൻസ്, പ്രത്യേകിച്ച് ഉമ്മമാർ തമ്മിൽ ആദ്യം ഒരു ചെറിയ മീറ്റിങ്ങെങ്കിലും കൂടാം. നമ്മൾ പിന്നെ വീട്ടിലിരുന്ന് കൂടല്ല ഞാൻ പറയുന്നത്, ഫോണിലെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പെങ്കിലും തൽക്കാലം ഉണ്ടാക്കിയിട്ട് അതിലവർ എങ്ങോട്ടാണ് പോണത്, എന്തൊക്കെയാണ് കൊണ്ടുപോകണത്, ഞങ്ങളെ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളോട് ചിലപ്പോൾ നമ്മളെ മക്കൾ പറഞ്ഞിട്ടുണ്ടാവുക ഒരു സ്ഥലമാണ് ഈ കാര്യം, മറ്റു കുട്ടീൻ്റെ പിന്നെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടാവുക വേറൊരു സ്ഥലമാവും. ചിലപ്പോൾ ഇവർ പോകുന്നത് ഈ 2 സ്ഥലത്തേക്കും ആവില്ല. അപ്പോൾ ആദ്യം നമ്മൾ പരസ്പരം ചോദിച്ചറിയാം എവിടേക്കാണ് പോകണമെന്നുള്ളത്. അപ്പോൾ എല്ലാ രക്ഷിതാക്കളോടും ഒരേ സ്ഥലമാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. അങ്ങനെ വീഡിയോ കോൾ ചെയ്യുക, എവിടെ എത്തിയെന്ന് അന്വേഷിക്കുക, എപ്പോഴാണ് വരുന്നതെന്ന് അന്വേഷിക്കുക, അങ്ങനെ പിന്നെ ഏതെല്ലാം സ്ഥലങ്ങളാണ് ഇവർ കാണുന്നതെന്ന് അന്വേഷിക്കുക. അതേപോലെ തന്നെയാണ് പിന്നെ ടൂറ് പോയിട്ട് നീന്തലറിയാത്ത പല കുട്ടികളും, നീന്തലറിയാത്ത കുട്ടികളോടൊക്കെ പ്രത്യേകിച്ചും പറഞ്ഞു കൊടുക്കണം അപകടത്തിൽ പെടുന്നതൊക്കെ. ഒരു പക്ഷേ ചെറിയ തോതിലൊക്കെ നീന്തൽ അറിയുന്നവരുണ്ടാവും, മറ്റേ കുട്ടികൾക്ക് നല്ല അറിയുന്നവരുണ്ടാവും. അവർ ചാടുന്നത് കണ്ടിട്ട് ഇവരും ചാടും. ഇങ്ങനെ അപകടങ്ങൾ നല്ലൊരു പരിധി വരെ പതിയിരിക്കുന്ന ഒരു സംഭവമാണ് ടൂറ് പോകുക എന്നുള്ളത്. ടൂറൊക്കെ പോകുന്ന വേണം. പക്ഷേ നിങ്ങളെ മക്കൾ ടൂറ് പോകുമ്പോൾ നിങ്ങൾ ശരിക്കും നിരീക്ഷിക്കണം. അവർ വീട്ടിലെത്തുന്നത് വരെ നിങ്ങളെ കണ്ണ് അവരെ പിന്നാലെ വേണം. എന്തായാലും എല്ലാവർക്കും നല്ല പിന്നെ
സുഖകരമായിട്ട് പെരുന്നാൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും പടച്ചറപ്പ് കാത്ത് രക്ഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാ ഉമ്മമാർക്കും എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് പറ്റാത്തതോ പറ്റുന്നതോ എന്താണെന്നുള്ളത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.